CPIM പ്രതിനിധി അഡ്വക്കേറ്റ് സമ്പത്തിലേക്കാണ്. സമ്പത്ത്, ഇപ്പോൾ BJPയുടെ സഹയാത്രികൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നു. കോൺഗ്രസ് പൂർണ്ണമായും BJPയെ മാത്രമാണ് കുറ്റം പറയുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ച മറച്ചു വെക്കപ്പെടുകയാണ്. ഈ കേസിൽ എന്താണ് നടക്കേണ്ടിയിരുന്നത്? നീലിമ, ഇവിടെ ഈ സ്ത്രീകളുടെ ജീവനും മാനത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും ഭരണകൂടവും പൊതുസമൂഹവും എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. ഇപ്പോൾ ഇത് കർണാടകത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് അത് ഏതൊരു വ്യക്തിയായാലും, പൊതുപ്രവർത്തകനായാലും രാഷ്ട്രീയ നേതാവായിരുന്നാലും, ഇനി പാർലമെൻ്റ് അംഗമായിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ MLA അല്ലെങ്കിൽ മന്ത്രിയായിരിക്കുന്നു, അതല്ല ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ഗവർണർ, ഒരു സംസ്ഥാനത്തെ ഗവർണറെ കുറിച്ച് തന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരായി അത്തരത്തിൽ ഈ സുപ്രീം കോടതിയിലെ ഒരു കോർട്ട് ഓഫീസർ വനിത രേഖാമൂലം നൽകിയ പരാതി, ആ പരാതി അതുമായി ബന്ധപ്പെട്ട് നടാടെ അതുവരെ കേട്ടുകേൾവിയില്ലാത്ത നിലയിലേക്ക് അദ്ദേഹം തന്നെ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് തന്നെ കുറ്റവിമുക്തനാക്കുന്ന നിലയിലേക്കുള്ള ഉത്തരവ് വരുന്നു. ഇതേ ചീഫ് ജസ്റ്റിസിനെ രാജ്യസഭയിലേക്ക് BJP ഗവൺമെൻറ് തന്നെ നോമിനേറ്റ് ചെയ്ത് അവിടേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടത്, മണിക്കൂറുകൾ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ, സാക്ഷി മാലിക് പറഞ്ഞത് നമ്മുടെ പെൺമക്കൾ തോറ്റു, ബ്രിജ്ഭൂഷൺ ശരൺ അല്ലേ. അപ്പോൾ ഈ ഗുസ്തി ഫെഡറേഷൻ്റെ, ഇന്ത്യയുടെ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി ബ്രിജ്ഭൂഷൺ ഇരിക്കുമ്പോൾ UPയിലെ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹത്തിൻ്റെ മകൻ ഇരിപ്പ്. അപ്പോൾ അദ്ദേഹത്തെ ഇതിൽ നിന്ന് അവസാനം മാറ്റേണ്ടി വരുന്നത് വളരെ നിയമയുദ്ധങ്ങൾ, അത് രാഷ്ട്രീയമായി വല്ലാതെ BJPക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലേക്ക് വരുന്നത്, ഈ പൊതുസമൂഹം അംഗീകരിക്കാത്ത നിലയിലേക്ക്, നാണം കെട്ടതിന് ശേഷം എന്നുള്ള നിലയിലേക്ക് എന്താ പറയാൻ, ഈ അടിയും കൊണ്ട് പുളിയും കുടിച്ച് കരവും മുടിക്കുക എന്ന് പറഞ്ഞാൽ BJP അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിൻ്റെ പുത്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി തീരുന്നില്ല. നേരത്തെ നമ്മൾ ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ എന്താ നമ്മൾ കണ്ടിട്ടുള്ളത്? ഈ രാജ്യത്തിൻ്റെ മുമ്പാകെ ഉള്ളതാണല്ലോ BJPയുടെ ഒരു സംസ്ഥാന ഗവൺമെൻറ്. ആ ഗവൺമെൻറ് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ അത്തരത്തിൽ ആ മാനം കവർന്നതുമായി ബന്ധപ്പെട്ട് കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കിയത്, അവരുടെ കുടുംബാംഗങ്ങൾ പലരും കൊല്ലപ്പെട്ടത്, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ സ്ത്രീ അവിടെ ഗുജറാത്തിൽ ഈ കുറ്റവിചാരണ നടന്നിരുന്നുവെങ്കിൽ എങ്ങനെ ആയിരുന്നേനെ? അവിടെ ഇതൊന്നും തന്നെ, അവിടെ പരാതി കൊടുത്താൽ പോലീസ് സ്റ്റേഷൻ സ്വീകരിക്കില്ല, സ്വീകരിച്ചാലും അതൊന്നും രേഖപ്പെടുത്താറില്ല, രേഖപ്പെടുത്തിയാലും അത് കോടതിയിലെത്താറില്ല, കോടതിയിലെത്തിയാലും അവിടെ കുറ്റപത്രം ഉണ്ടാവില്ല, കുറ്റപത്രം ഉണ്ടായാലും സാക്ഷി ഉണ്ടാവില്ല, സാക്ഷി ഉണ്ടായാലും സാക്ഷി മൊഴി പറയാൻ ഉണ്ടാവില്ല, സാക്ഷി മൊഴി പറഞ്ഞാൽ പിന്നെ അവിടേക്കും ജീവിക്കേണ്ടതായ ഒരു സ്ഥിതി ഉണ്ടാവില്ല. മുമ്പ് തന്നെ നമ്മൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ഗുജറാത്തിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത് തന്നെയാണ്. ഇവിടെ ഇത് മഹാരാഷ്ട്രയിലെ ട്രയൽ മാറ്റേണ്ടതായി വന്നു. എന്നിട്ട് ഇവരെ കൃത്യമായി നടപടിയെടുക്കാനാകുന്ന ഒരു ക്രമസമാധാന നില ഉള്ള ഒരു സംസ്ഥാനമാണ്. ഇതിപ്പോൾ അവർ ഈ കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ച എന്നുള്ളത്, ലാൽ സിംഗിനെ നീലിമ നമ്മുടെ പ്രേക്ഷകരും ഓർക്കുന്നുണ്ടാവുമല്ലോ. BJP സർക്കാരിൽ ജമ്മു കാശ്മീരിൽ മന്ത്രിയായിരുന്ന ലാൽ സിംഗ് ഇപ്പോൾ ആരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്? ഇത്തരം കാര്യങ്ങളിലുള്ളത് തെറ്റ് കണ്ടാൽ ആ തെറ്റു തിരുത്താത്തതാണ് വലിയ തെറ്റ്. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒരു പാർലമെൻറ്റ് അംഗത്തിന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ, നമ്മുടെ ഏതെങ്കിലും സംസ്ഥാനത്തെ മന്ത്രിമാർ അത്തരത്തിൽ പോകേണ്ടി വന്നാൽ അപ്പോൾ കൊടുക്കുന്നതായ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഹൈക്കോടതി ജഡ്ജിമാർക്കുൾപ്പെടെ, അത് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് നൽകുമ്പോൾ, നിങ്ങളുടെ എല്ലാം പാസ്പോർട്ട് നീലയാണെങ്കിൽ പാർലമെൻറ്റ് അംഗങ്ങളുടേത് ചുവന്ന പാസ്പോർട്ടാണ്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ ചില ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയും ചില ഡിപ്ലോമാറ്റിക് പ്രിവിലേജസും അത്തരം കാര്യത്തിനുണ്ട്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് മന്ത്രിമാർക്ക് എഴുതിയിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ കത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പ്രേക്ഷകരും എല്ലാവരും അറിയണമല്ലോ. ഇതിനകത്ത് ഇപ്പോൾ പങ്കെടുക്കുന്ന ഞങ്ങൾ 3 പേര് രാഷ്ട്രീയക്കാരാണെന്നുള്ളത് കൊണ്ട് കൃത്യമായ, ഞങ്ങളിപ്പോൾ മറ്റു പലരും പറയും അത് കൈരളി TV-യിൽ ഞങ്ങൾ 3 പേരും പറഞ്ഞതിന് കൃത്യമായ പക്ഷപാതിത്വമുണ്ട് എന്ന്. മാധ്യമപ്രവർത്തകനായ ശ്രീ ജയചന്ദ്രൻ ഉൾപ്പെടെ ഈ കാര്യത്തെ സംബന്ധിച്ച് പറയട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യം, ഒരു പാർലമെൻ്റ് അംഗം വിദേശ രാഷ്ട്രം സന്ദർശിക്കുന്നുവെങ്കിൽ അത് വ്യക്തിപരമായ സന്ദർശനം, സകുടുംബം പോകുന്നതോ അല്ലാതെ പോകുന്നതോ വിനോദയാത്രയ്ക്കോ ആയിരുന്നാലും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് അദ്ദേഹം അത്തരം നടത്തുന്ന യാത്ര 3 ആഴ്ചയ്ക്ക് മുമ്പ് ബന്ധപ്പെട്ട സഭയുടെ സെക്രട്ടറി ജനറലിനെ രേഖാമൂലം അറിയിക്കണം. ഇവിടെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലിനെ അറിയിച്ചിട്ടുണ്ടോ? 1. 2,
മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനെ, മിനിസ്ട്രി ഓഫ് പാർലമെൻ്ററി അഫയേഴ്സിനെ ഇക്കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ചയ്ക്ക് മുമ്പെങ്കിലും അറിയിക്കണം. പാർലമെൻറ്റിൻ്റെ പ്രോട്ടോകോൾ സെക്ഷനെ 3 ആഴ്ചയ്ക്ക് മുമ്പെങ്കിലും രേഖാമൂലം അറിയിക്കണം. എന്നാണ് പോകുന്നത്, ഏത് വിമാനത്തിലാണ് പോകുന്നത്, അവിടെ എവിടെയാണ് താമസിക്കുന്നത്, എവിടെയൊക്കെയാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്, ഏതെല്ലാം സ്ഥലങ്ങളിലേക്കാണ് വിസിറ്റ് ഉദ്ദേശിക്കുന്നത്, അവിടെ നിന്ന് എന്നാണ് മടങ്ങി വരുന്നത്, ഏത് വിമാനത്താവളത്തിലാണ് എത്തുന്നത്, ഏത് വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്, ഇതെല്ലാം അവിടെ അറിയിക്കണം. നമ്മളിപ്പോൾ ഈ പറയുന്നതായ ഒരു പാർലമെൻ്റ് അംഗം അത്തരത്തിൽ നാട് വിട്ടു പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അറിയിച്ചിട്ടില്ല എങ്കിൽ ഇത് സംബന്ധിച്ച് നടപടിയെടുക്കേണ്ടത് ഒന്ന് സ്പീക്കറുടെ ഓഫീസാണ്. ഇവിടെ ലോക്സഭയുടെ സ്പീക്കറുടെ ഓഫീസ് ഓഫ് ദ സ്പീക്കർ ഇക്കാര്യത്തിൽ അതിപ്പോൾ ആരുടെയും കത്തും ആരുടെയും പരാതിയൊന്നും വേണ്ട, പത്രത്തിലും മാധ്യമത്തിലും ഒന്നും വരണ്ട. കാരണം ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർക്ക് തൻ്റെ പാർലമെൻറ്റ് അംഗങ്ങളുടെ മേൽ, അപ്പുറത്ത് രാജ്യസഭയിലാണെങ്കിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ് സഭയുടെ അധ്യക്ഷൻ, ആ സഭ അധ്യക്ഷന് ഈ പറയുന്ന ഓഫീസ് ഓഫ് ദി ചെയർമാൻ, ഓഫീസ് ഓഫ് ദി സ്പീക്കർ, അത് ടേക്കിൻ ടു കൊഗ്നിസൻസ്, സുവമോട്ടോ എടുക്കാവുന്നതാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണക്കുറിപ്പെങ്കിലും ഈ എം പിയോട് നാളിതുവരെ ചോദിച്ചിട്ടുണ്ടോ? തീരുന്നില്ല. ഇങ്ങനെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് പുറത്തുപോയി ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ വിഷയമുണ്ട് എങ്കിൽ ആ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൻ്റെ ഇമ്മ്യൂണിറ്റി ഇതിനാൽ നിർത്തിവച്ചിരിക്കുന്നു എന്നും എത്രയും പെട്ടെന്ന് അയാളെ തിരിച്ചയക്കണം എന്ന് അവിടുത്തെ ഇന്ത്യൻ മിഷനോട് അങ്ങനെ എന്തെങ്കിലും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ? അതിനെന്തെങ്കിലും തീരുമാനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? നാരീശക്തി നാരീശക്തി എന്നല്ല ഇങ്ങനെ പറയുകയും സ്ത്രീ അമ്മയാണ്, ദേവതയാണ്, ആരാധിക്കണമെന്ന് പറയുകയും നമ്മുടെ കൺമുന്നിൽ വെച്ച് ഇത്തരത്തിലുള്ള ക്രൂരമായ മാനഭംഗപ്പെടുത്തലുകളും പീഡനങ്ങളും എല്ലാം നടക്കുകയും കൂട്ടബലാത്സംഗങ്ങൾ അടക്കം നടക്കുകയും കുറ്റവാളികളെ രക്ഷപ്പെട്ടു പോവുകയും കുറ്റവാളികളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനായി ഒരു സംസ്ഥാന ഗവൺമെൻറ് കള്ളം പറയുകയും ഒടുവിൽ 14 കൊല്ലത്തെ നിയമയുദ്ധം ആ കാര്യത്തിലെല്ലാം സുഭാഷിണി അലി അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള ഒരു ഇടപെടലുണ്ട്. ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടാണല്ലോ ഇവരെല്ലാം തിരിച്ച് അകത്തേക്ക് ഈ പറയുന്നത് എല്ലാവരെയും ജയിലിലേക്ക് തിരിച്ച് അവരെ അത്തരത്തിൽ എല്ലാം തിരിച്ച് കൊണ്ടുവരുന്നത്. ഇവിടെയൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി, ഇന്ത്യയിൽ അധികാരത്തിലുള്ള രാഷ്ട്രീയ കക്ഷി ഇക്കാര്യത്തിൽ എടുക്കേണ്ടുന്ന നിലപാട് എടുത്തില്ല എന്നുള്ളത് അക്ഷന്തവ്യമായ അപരാധമാണ്. ഇത്തരം പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ വിധമാണോ നിലപാടെടുക്കേണ്ടത് എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്.